ഇല്ലുമിനാറ്റി എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതെ, ആവേശം സിനിമയിലെ ആ ഗാനത്തിൽ പറയുന്ന അതേ വാക്ക് തന്നെ. നിഗൂഢമായ ഇല്ലുമിനാറ്റി എന്ന സംഘടനയെക്കുറിച്ച് പറഞ്ഞു തരാം. കാലങ്ങളായി പലരും ഒളിഞ്ഞും തെളിഞ്ഞും ചർച്ച ചെയ്യുന്ന ഒരു വാക്കാണ് ഇല്ലുമിനാറ്റി. ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു സംഘടനയാണിത്. ഒരേ സമയം സാങ്കല്പികവും യാഥാർത്ഥ്യവുമായ സംഘടനയ്ക്ക് നൽകിയിരിക്കുന്ന പേരാണ് ഇല്ലുമിനാറ്റി. രഹസ്യവും നിഗൂഢതയും നിറഞ്ഞ ഈ കൂട്ടായ്മ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്നതായി പറയപ്പെടുന്നു. ചരിത്രത്തിലെ പ്രസിദ്ധമായ പല വിപ്ലവങ്ങൾക്കും കൊലപാതകങ്ങൾക്കും സംഭവങ്ങൾക്കും പിന്നിൽ ഈ കൂട്ടായ്മയുടെ കറുത്ത കൈകളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. 18-ാം നൂറ്റാണ്ടിലാണ് ഈ സംഘടന ആരംഭിച്ചത്. അന്ന് അതൊരു രഹസ്യ അന്വേഷണ സംഘടനയായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന് പിന്നിൽ ഇല്ലുമിനാറ്റിയും ഉത്തരവാദിയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഇന്നും ഇല്ലുമിനാറ്റി രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന നിരവധി പേരുണ്ട്. ലോകത്ത് എന്ത് വലിയ സംഭവങ്ങൾ നടന്നാലും അതിനു പിന്നിൽ ഇല്ലുമിനാറ്റിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇല്ലുമിനാറ്റി എന്ന പേര് നിഗൂഢമായ സംഘടനകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത്. ഇതുവരെ ആർക്കും അതിൻ്റെ നിഗൂഢത വെളിപ്പെടുത്താനായിട്ടില്ല. ഇല്ലുമിനാറ്റിയെ കുറിച്ചുള്ള സത്യം അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ആദം വെയ്ഷാപ്പിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. കാരണം ഇല്ലുമിനാറ്റി എന്ന സംഘടന രൂപീകരിച്ച വ്യക്തിയാണ് അദ്ദേഹം. 1776 ഇൻഗോൾസ്റ്റാഡ് സർവകലാശാലയിലെ പ്രൊഫസർ ആദം വെയ്ഷോപ്റ്റാണ് ഇതിന് അടിത്തറയിട്ടതായി പറയപ്പെടുന്നത്. മധ്യ യൂറോപ്പിലെ ബവേറിയയിലെ ഒരു നഗരമായ ഇൻഗ്ലോസ്റ്റാഡിലാണ് ആദം വെയ്ഷോപ്പ് ജനിച്ചത്. ജന്മന യഹൂദനായ ആദം വെയ്ഷോപ്പ് പിന്നീട് ക്രിസ്ത്യാനിയായി മാറി. കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന് മതത്തിൽ താല്പര്യമുണ്ടായിരുന്നു. വളർന്നപ്പോൾ അദ്ദേഹം എംഗൽസ്റ്റാഡ് സർവകലാശാലയിൽ മതനിയമങ്ങളുടെ പ്രൊഫസറായി. എന്നിരുന്നാലും കുറച്ചു കാലത്തിന് ശേഷം യൂറോപ്പ് ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള മതനിയമങ്ങളിലും ആചാരങ്ങളിലും മാറ്റം വരണമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം അതിനായി ശബ്ദമുയർത്തി. എന്നാൽ ആരും അദ്ദേഹത്തിന്റെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. തനിക്ക് അനുസൃതമായി കാര്യങ്ങൾ മാറാതെ വന്നപ്പോൾ മതത്തിന്റെ കെട്ടുപാടുകളില്ലാത്ത ലോകത്തേക്ക് സമത്വം വളർത്തിയെടുക്കാൻ പ്രവർത്തിക്കുന്ന ഒരു സംഘടന സൃഷ്ടിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇല്ലുമിനാറ്റിയുടെ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. തുടക്കത്തിൽ ഇല്ലുമിനാറ്റിയുടെ പേര് ഓർഡർ ഓഫ് ഇല്ലുമിനാറ്റി എന്നായിരുന്നു. അക്കാലത്ത് ക്രിസ്തുമത സഭകളുടെ മൗലികവാദം സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയിരുന്നു. ഈ മതമൗലികവാദത്തിൽ നിന്ന് മോചനം നേടാൻ പ്രൊഫസർ ബിഷോപ്പ് ഇല്ലുമിനാറ്റി എന്ന സംഘടന ആരംഭിക്കുകയായിരുന്നു. മതമൗലികവാദത്തിൻ്റെയും മതത്തിൻ്റെയും മതിലുകളില്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇല്ലുമിനാറ്റിയിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത്. ഈ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ആളുകളെ ആവശ്യമാണെന്ന് ആദം വെയ്ഷോപ്പിന് അറിയാമായിരുന്നു. അത്തരക്കാരെ തേടി അദ്ദേഹം വർഷങ്ങളോളം ചെലവഴിച്ചു. പിന്നീട് 1776 മെയ് 1 ഈ സംഘടന സ്ഥാപിക്കാൻ കഴിയുന്ന 4 യുവാക്കളെ ആദം വെയ്ഷോപ്പ് കണ്ടെത്തി. മെയ് 1 രാത്രി ഇരുട്ട് പരന്നപ്പോൾ അവർ ഇൻഗ്ലോസ്റ്റാഡിലെ ഒരു വനത്തിൽ ഒത്തുചേർന്ന് പ്രതിജ്ഞയെടുത്ത് ഈ പ്രത്യേക സംഘടന രൂപീകരിച്ചു. തങ്ങളുടെ സംഘടനയെക്കുറിച്ച് ലോകത്ത് ആരെയും അറിയിക്കില്ലെന്നും തങ്ങളുടെ ഐഡന്റിറ്റി എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കുമെന്നും ആ 5 പേരും അവിടെ പ്രതിജ്ഞയെടുത്തു. ഭാവിയിൽ ഈ സംഘടനയിൽ ചേരുന്ന ആളുകൾക്ക് 30 വയസ്സ് കവിയരുതെന്നും പറഞ്ഞു. ഇതിനു ശേഷമാണ് ഈ സംഘടനയുടെ പേര് ഇല്ലുമിനാറ്റി എന്ന് ഇടാൻ തീരുമാനിച്ചത്. ക്രമേണ ഇല്ലുമിനാറ്റിയുടെ വ്യാപ്തി വർദ്ധിച്ചു തുടങ്ങി. ആയിരക്കണക്കിന് ആളുകൾ ഈ സംഘടനയിൽ ചേരാൻ തുടങ്ങി. വെയ്ഷോപ്പിന്റെ നേതൃത്വത്തിൽ ഈ സംഘടന പല രഹസ്യ യോഗങ്ങളും ചേരാൻ തുടങ്ങി. അതിൽ സമൂഹവും സർക്കാരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ഈ രഹസ്യ സംഘടനയെക്കുറിച്ച് പ്രാദേശിക ഭരണകൂടം അറിഞ്ഞു. ഈ സംഘടനയെക്കുറിച്ച് അറിഞ്ഞ ഉടൻ പ്രാദേശിക ഭരണകൂടം ഇല്ലുമിനാറ്റി നിരോധിച്ചു. പ്രൊഫസർ വെയ്ഷോപ്പിനെ ജയിലിലേക്ക് അയച്ചു. കാലം ഇത്ര കഴിഞ്ഞിട്ടും ഇന്നും പലരും വിശ്വസിക്കുന്നത് ഇല്ലുമിനാറ്റി എന്ന സംഘടന ഇപ്പോഴും സജീവമാണെന്നും ലോകത്ത് എന്ത് വലിയ കാര്യം സംഭവിച്ചാലും അതിന് പിന്നിൽ ഇല്ലുമിനാറ്റി സംഘടനയ്ക്ക് പങ്കുണ്ടെന്നുമാണ്.